ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ശ്രീനിവാസനെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ വിക്രത്തിനെതിരെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതായത് വിക്രവും വേദയും ഇഷിതയും കൂടെ. അപ്പോൾ വിക്രത്തിന് ദേഷ്യം വന്നു. വിക്രം ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കൊന്ന് കുറച്ച് സംസാരിക്കും. പക്ഷേ നമ്മുടെ വേദ പറയാണ്, ഒന്ന് പോ വേദ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം എങ്ങനെ ഇരിക്കാം. എന്താ വിക്രമിന് നാണം വന്നു വിക്രു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വേദ ചോദിക്കാം. അപ്പോൾ ഇഷിത ഇരുന്ന് ചിരിക്കും കേട്ടോ. വിക്രം അന്നേരം ഒരു കള്ളച്ചിരി. ആ സമയത്ത് വേദേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ്തി പിന്നെ ഉന്തി തള്ളി എങ്ങനെയൊക്കെയോ വിക്രത്തെ അവിടുന്ന് മാറ്റി. അപ്പോൾ ചെന്ന് വാതിൽ തുറന്നപ്പം ഇങ്ങത്താ എന്നും പറഞ്ഞുകൊണ്ട് വേഗം ആ ജ്യൂസ് തട്ടിപ്പറിച്ചങ്ങ് മേടിച്ചു. ഞാൻ അകത്ത് വയ്ക്കാൻ ചേച്ചിയെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു ഗ്ലാസ് നിലത്ത് വീഴുന്ന ശബ്ദം കേട്ടു വേദയുടെ മുറിയിൽ നിന്ന്. അപ്പോൾ വേദ ഇങ്ങനെ അകത്തേക്ക് നോക്കത്തേ ഇപ്പമേ അതെങ്ങനെയാ വീണേ അതെന്ന് ചോദിക്കാം. അത് പിന്നെ കാറ്റാവും. കാറ്റോ? അപ്പോൾ എൻ്റെ കൈ തട്ടിയതാണെന്ന് നിഷിത പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് ഒച്ച കേട്ട്, ഓഹോ ആണോ, ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ വേദ ശരി ദീപ്തി ചെല്ലു ഇങ്ങത്താ ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ താ എന്നും പറഞ്ഞുകൊണ്ട് ദീപ്തിയുടെ കയ്യിൽ നിന്ന് തട്ടി പറിച്ചു മേടിച്ചു. ഇതെന്താ ഇത് സംഭവം, ഇങ്ങനെ അടച്ചിട്ട് സംസാരിക്കാനും മാത്രം എന്താ ഉള്ളത് എന്ന് ദീപ്തി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് എന്തായാലും ആട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് വേദ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ദീപ്തി ഇങ്ങനെ ഇറങ്ങിയും പോയിരുന്നു. താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയും അമ്മയും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം നീ എന്താ ഓടിയങ്ങ് പോന്നേ, അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നുകൂടായിരുന്നോ, കഴിക്കാനും നിങ്ങളും കൊടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുമ്പം ഏത് കുട്ടിയാണെന്ന് ചോദിച്ചു. ഈ വർഷ. അത് പിന്നെ വേദയുടെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണോ, ഒന്നിങ്ങോട്ട് വരാൻ പറമോളെ. അപ്പോൾ എനിക്കങ്ങ് വയ്യാന്ന് പറഞ്ഞു. ജ്യൂസ് വായിച്ച് തന്നിട്ട് മുറിയിലേക്ക് പോലും വേദേച്ചേനെ കടത്തി വിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താ, നേരിട്ടേന്ന് ചോദിച്ചോളാൻ പറഞ്ഞു വർഷയോട്. രണ്ടുപേരും കാര്യമായിട്ട് വാതിലടച്ചിരുന്ന എന്തോ ഡിസ്കഷനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കുക കേട്ടോ. ഞാനൊന്ന് പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷം ന്യൂസ് പിടിക്കാൻ പോവുക. പോയതിൽ സ്പീഡിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞു ഈ ദീപ്തി. ആ സമയത്ത് അവിടെ ഇഷിതയും വേദയും വിക്രവും കൂടി ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ഇവിടെയുള്ള താമസം ഒരിത്തിരി റിസ്ക് ആണ് കേട്ടോ എന്ന് ഇഷിത പറഞ്ഞു. എപ്പോഴും നിനക്ക് ആൾക്കാരെ റൂമിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് എൻ്റെ മുറി പരിശോധിക്കാൻ വരേണ്ട കാര്യം എന്താ, ഇവിടെ ആരും അതിന് ധൈര്യപ്പെടില്ല എന്ന് പറഞ്ഞു വേദ. പിന്നെ റിസ്ക് എടുക്കുന്നതിലും ഒരു രസമൊക്കെ ഇല്ലേ എന്നൊക്കെ വേദ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ വിക്രം ഇങ്ങനെ ചിരിച്ചു. അങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ. അപ്പോൾ വേദേ എന്നും പറഞ്ഞുകൊണ്ട് ഇതേ പുറത്തുനിന്ന് വിളി. വേദേ എന്നും പറഞ്ഞ് വീണ്ടും വിളിക്കുക വർഷ. വേദേ ഡോറ് തുറക്കും വേദേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിനെ ഉന്തി തള്ളി എങ്ങനെയൊക്കെയോ അകത്തേക്ക് മാറ്റാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇഷിത. അപ്പം എന്താ വർഷം അടുത്ത് വേണ്ടതെന്ന് ചോദിച്ചു. നിൻ്റെ ഒരു കൂട്ടുകാരി വന്നെന്ന് അറിഞ്ഞു, കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇഷിത ഓടി ഇറങ്ങി വന്നു. അത് ഞാനാ ഇഷിത എന്നും പറഞ്ഞു ഇങ്ങനെ. അപ്പം ഞാൻ വർഷ അറിയാം വേദ അത് പറഞ്ഞിട്ടുണ്ട്, ശ്രീയേട്ടൻ്റെ വൈഫല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അല്ലാതെയും ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് കേട്ടോ. അതൊക്കെ എനിക്കറിയാം. ദീപ്തി വന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. ഞാനേ താഴേക്ക് വരാൻ തുടങ്ങായിരുന്നു എന്ന് പറഞ്ഞപ്പം എന്നാ വാ അമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ടല്ലോ എന്ന് വർഷ പറയാം. അപ്പോൾ വാ വേദയെന്ന് പറഞ്ഞ് വിളിക്കുമ്പം ഞങ്ങൾ വന്നോളാമെന്ന് പറഞ്ഞു വേദ. അപ്പോൾ എന്ന് പറഞ്ഞ് ഒന്ന് മണം പിടിക്കുകയാണ് വർഷ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക. എന്താ ഭയങ്കര ഒരു സ്മെല്ല്, അല്ല ഒരു മരുന്നിൻ്റെ മണമൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉന്തി തള്ളി ആ ചാത്തി അകത്തേക്ക് കയറി. ഭാഗ്യം വിക്രം അപ്പോഴത്തേക്ക് അവിടെ നിന്ന് മാറിയെന്ന്. വേദ ഓടി വന്ന് കട്ടിലേക്കാണ് നോക്കിയത് വിക്രം അവിടെ ഉണ്ടോ എന്ന്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ടെൻഷനായി പോയി. അപ്പോൾ മരുന്നിൻ്റെ മണമാണല്ലോ വരുന്നേ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങളെന്താ ഡിറ്റക്റ്റീവ് കളിക്കുകയാണെന്ന് ചോദിച്ചു. മുറിയിൽ നിന്ന് മരുന്നിൻ്റെ മണമൊന്നും വരാൻ പാടില്ലേ, അത് ഞാൻ പുറമേദനയ്ക്ക് അടിച്ചതാണെന്നൊക്കെ പറയുമ്പം അതങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെ ചൂടാകുന്നേ. ചൂടായതല്ല, വർഷയെടുത്തിട്ട് ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ഞാനങ്ങ് പറഞ്ഞു പോയതാ. ഞാൻ വന്ന അന്നു മുതൽ വർഷയെടുത്ത് വേറൊരു രീതിയിലാണ് എന്നോട് പെരുമാറുന്നതും കാണിക്കുന്നതൊക്കെ. നീ ആ കുട്ടികൾക്ക് എന്നോട് ആ തോന്നുന്നു പറയാനായിട്ട് നിൽക്കണ്ട, നിനക്ക് എന്നെക്കുറിച്ച് ആ കുട്ടി മോശമായിട്ട് കരുതും എന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ ഡിറ്റക്റ്റീവ് വരാൻ നോക്കും. വാ ഒരു മരുന്നിൻ്റെ പേരും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേദം വലിച്ചുകൊണ്ട് പോവാം. ഈ വർഷേ ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു നോക്കി ഒക്കെ നോക്കിക്കൊണ്ടാണ് ആ ശക്തി പോകുന്നത്. പാവം വിക്രം അപ്പോഴത്തേക്ക് മരുന്ന് വരെ എടുത്തുകൊണ്ട് അവിടുന്ന് സ്ഥലം വിട്ടത് മാറി നിൽക്കുന്നത്. അങ്ങനെ മുറി അടച്ചു കുറ്റിയിട്ടു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോരുക. അപ്പോൾ വർഷ പറഞ്ഞ് തിരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കെങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് വേദ വർഷയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. വിക്രം അന്നേരം ബാത്റൂമിൽ തന്നെ നിൽക്കുന്നത് പോയോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. മരുന്ന് കുപ്പിയും പിടിച്ചുകൊണ്ട് പാവം അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വേദ വന്നിട്ട് വേണം ബാത്റൂമിൽ നിന്ന് അതിനെ ഇറങ്ങാൻ. അങ്ങനെ ആ സംഭവങ്ങൾ അവിടെ നടക്കുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് കോടതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ കോടതിയിൽ വക്കീലുമായിട്ട് വന്നിരിക്കുകയാണ്, പോലീസ് സ്റ്റേഷനിൽ വക്കീലുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാർ. അപ്പോൾ ഞങ്ങൾ ശ്രീനിവാസൻ സാറിനെ ജാമ്യത്തിൽ ഇറക്കാമെന്നാണെന്ന് പറയുമ്പം CI സാർ അകത്തുകൊണ്ട് ചെന്നോളാൻ പറഞ്ഞു. അങ്ങനെ വക്കീലും ഇവരും കൂടെ അകത്തേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കാലം നിങ്ങളിത് എങ്ങോട്ട് പോകും, അങ്ങ് മാറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ രാജേട്ടനെയൊക്കെ പോലീസുകാർ പുറത്തിരുത്തി. വക്കീലകത്തേക്കും കയറിപ്പോയി. CI മറ്റൊരുടെ ആളായതുകൊണ്ട് ശ്രീനിവാസനെ വീട്ടിൽ അത് ഉറപ്പാണ്. അങ്ങനെ ഇവർ തമ്മിൽ
കണ്ടു, CAയും അതുപോലെ ഈ വക്കീലും തമ്മിൽ. എന്താ വിഷയമെന്ന് ചോദിച്ചു. അത് ഇൻസ്പെക്ടർ സാറിന് മനസ്സിലായി കാണുമല്ലോ എന്ന് വക്കീൽ പറഞ്ഞു. പിന്നെ ആ ഒരു പേപ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തു. അയാൾ ഇത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഊഹിച്ചു, ജാമ്യം അല്ലേ എന്ന് ചോദിക്കുമ്പം അതെ. നടക്കില്ല വക്കീലേ. അതെന്താ നടക്കാത്തത്? IPC 153A ആണ് ചാർജ് എന്നും. അപ്പോൾ നടക്കില്ലെന്ന് വക്കീലിനെ ഞാൻ അറിയില്ല ചോദിച്ചു. 153Aയോ? അതെ. അപ്പോൾ ക്രിമിനൽസ് ഓഫൻസ് ആണ്, അറിയാലോ. പിന്നെ വാറന്റ് പോലും അതിനാവശ്യമില്ല. 5 വർഷം മുന്നേ നടന്ന കേസല്ലേ, അന്ന് ഈ വകുപ്പൊന്നും ചാർജ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു വർഗീയ വിദ്വേഷം കൂടി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതെന്ന് ഈ CA പറയണം. ഇലക്ഷൻ നടക്കാൻ പോവുക, ഇനി അധികം ദിവസം അതിൻ്റെ പേരിലില്ല. ഈ സമയത്ത് ഇങ്ങനെ ഒരു അറസ്റ്റ് അത് ദോഷം ചെയ്യില്ലേ എന്ന് CAയോട് ചോദിക്കുമ്പം സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ, കോടതി ആവശ്യപ്പെട്ടതല്ലേ പുനരന്വേഷണം. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണെന്ന് കോടതിയിൽ ഞാൻ വാദിക്കുമെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ചോദ്യം വരുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നേ. പിന്നെ വക്കീൽ ഇപ്പം അങ്ങ് ചെല്ല് കേട്ടോ. നാളെ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കേ, ഒരു ദിവസം ആളിവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ചോദിക്കുന്നവരോട് ഞാൻ മറുപടി പറഞ്ഞോളാമെന്നും CA വക്കീലിനോട് പറയാം. അവസാനമായിട്ട് ഞാൻ ചോദിക്കാം സാർ, സാധിക്കുമെങ്കിൽ ആ വകുപ്പ് 153 ആക്കി മാറ്റാൻ കഴിയുമോ എന്ന് വക്കീൽ ചോദിക്കുമ്പം പറ്റത്തില്ല വക്കീലേ. FIR ക്ലോസ് ചെയ്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞെന്നും ഇനി ഒടയതമ്പരാന് പോലും അത് മാറ്റാൻ കഴിയില്ല എന്നും ഈ CA പറയാം. എനിക്ക് ശ്രീനിവാസനെ ഒന്ന് കാണണമെന്ന് പറയുമ്പം അതിനെന്ത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ശ്രീനിവാസനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ തമ്മിൽ കാണേണ്ടി വരും എന്ന് നമ്മുടെ ഈ വക്കീൽ പറയും. അതെ, നമ്മൾ തമ്മിൽ കാണേണ്ടവരല്ലേ. ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വക്കീൽ എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. വക്കീൽ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ഇവിടെ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുക. വേറൊന്നും കൊണ്ടല്ല, ശ്രീകാന്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളായതുകൊണ്ട്. പിന്നെ അകത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ശ്രീനിവാസൻ സാറെ. ആ സമയത്താണ് വക്കീൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. കൂട്ടത്തിൽ അവരും ഉണ്ട്, രാജേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ വക്കീലിനെ കണ്ടപ്പോൾ വക്കീലേ കണ്ടില്ലേ, അവർ കസേരയും പത്രമൊക്കെ തന്നേ മര്യാദ കാണിച്ചിട്ടുണ്ടെന്ന് ശ്രീനിവാസ സാറ് പറയുമ്പോൾ, പക്ഷേ FIR അപ്പം ഞാനതെല്ലാം അറിഞ്ഞടോ. ആ CAയുടെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്നുള്ള കാര്യം ഇദ്ദേഹം പറയുക. അല്ലെങ്കിൽ അയാൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യില്ല എന്നും. 153യും മനഃപൂർവ്വം ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കോടതിയിൽ വാദിക്കാവുന്നതേ ഉള്ളൂ, തെളിയിക്കുകയും ചെയ്യാമെന്ന കാര്യം വക്കീലിങ്ങനെ പറയുന്നു. അത് കേട്ടപ്പോൾ സാരമില്ല, ഓരോ ദിവസം ഇവിടെ കഴിയണമെന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ലടോ, നാളെ കോടതിയിൽ നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ ശ്രീനിവാസനും പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മറ്റു വിവരങ്ങളൊക്കെ എന്താ രാജാന്ന് ചോദിച്ചു. എല്ലാ രീതിയിലും അന്വേഷിക്കുന്നുണ്ട്, രണ്ടുപേരെക്കുറിച്ചും ഒരു വിവരവും ഇല്ല എന്ന് പറഞ്ഞു. പുള്ളിക്കിനെ വല്ലാണ്ട് വിശ്വസിച്ചാണ് നമ്മൾ ചെയ്ത തെറ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ അതേന്ന് ഇവർ സമ്മതിക്കുന്നു. വിക്രത്തെ പോലീസ് പൊക്കിയാൽ പുള്ളിക്കൻ കോടതിയിൽ പ്രത്യക്ഷപ്പെടും, ഉറപ്പാ. വിക്രത്തിനെതിരായിട്ടുള്ള സാക്ഷിമൊഴികളുമായിട്ട് അല്ലേ വക്കീലേയും ചോദിച്ചു. ഞാൻ ആദ്യമേ ആ സംശയം പറഞ്ഞിരുന്നല്ലേ, എതിർചേരിയിൽ നിന്ന് പുള്ളിക്കനെ ആരോ നിയന്ത്രിക്കുന്നുണ്ടെന്നുള്ള കാര്യമെന്ന് ഈ വക്കീൽ പറഞ്ഞു. ഇത്ര നാളും കൂടെ നിന്നിട്ട് അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സാരമില്ല, വക്കീലൊരു കാര്യം ചെയ്യാം, ഇവരുടെ കൂടെ പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോകണം. നമ്മുടെ ആൾക്കാരോട് കാര്യങ്ങളെല്ലാം വളരെ നന്നായി വിശദീകരിച്ചു കൊടുക്കണം. നാളെ ഞാൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് വരെ ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതെ നോക്കണമെന്നും പറയാം. അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടു എന്ന് തന്നെ പറയണമെന്നും പിന്നെ ഇങ്ങോട്ട് ആരും വന്ന് കാണണ്ടായെന്നും പറഞ്ഞേക്കണമെന്നും പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ കാര്യങ്ങളെല്ലാം സംസാരിച്ച് വക്കീൽ അങ്ങ് പോയി. ശ്രീനിവാസൻ അവിടെ അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ CAയും ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. ഈ കേസൊക്കെ ഡീലാക്കിയതിൻ്റെ കാര്യം. അവൻ്റെ വക്കീൽ പോയതുപോലെ തന്നെ മടങ്ങിപ്പോന്നാണ് കേട്ടത്. അപ്പോൾ ഈ വാസുവിനും ഉണ്ട് കൂട്ടത്തിൽ. ഇതൊക്കെ കേട്ട് വാസുവിന് ഇങ്ങനെ തലയെടുപ്പോടെ ഇരിക്കുക. നാളെ കോടതിയിലും ചിലപ്പോൾ അയാളൊന്ന് വിയർക്കും. വകുപ്പായതുകൊണ്ട് ജാമ്യം കൊടുക്കരുതെന്നും പ്രോസിക്യൂട്ടർ സ്ട്രോങ് ആയിട്ട് വാദിക്കുമെന്നൊക്കെ ഇയാൾ പറയുക. അപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷം. ഇന്ന് വൈകുന്നേരം ഞാൻ പ്രോസിക്യൂട്ടറെ ഒന്ന് കാണുന്നുണ്ടെന്നും ബാക്കി കാര്യം അയാൾ നോക്കിക്കോളുമെന്നൊക്കെ ഇയാൾ ഇരുന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ജാമ്യം കോടതി നിഷേധിച്ചാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു, നേരെ ജയിലിലേക്ക്. അവിടെ നിന്ന് ചോദ്യം ചെയ്യലും അതുപോലെ തിരിച്ചു കൊടുക്കലൊക്കെ ആയിട്ട് കുറച്ച് ദിവസം അത് അങ്ങനെ അങ്ങ് പോകും. പിന്നെ ഒരു 90 ദിവസം എടുത്തിട്ട് വേണം നമുക്ക് കുറ്റപത്രം തയ്യാറാക്കാനായിട്ട്. അതുവരെ അവൻ അതിനകത്ത് തന്നെ കിടക്കുമെന്നൊക്കെ പറയുക. അതിനിടയിൽ ഇലക്ഷനും കഴിയും, താൻ ജയിക്കുകയും ചെയ്യും. ജയിലിൽ കിടക്കുന്ന ആളിന് വേണ്ടി ജനം വോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ വിജയിക്കും, പത്രഭാഷയിലെ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി താൻ ജയിക്കും വാസവ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം തുള്ളിച്ചാട്ടും. വാസവൻ അന്നേരം ഇങ്ങനെ മേപ്പൊട്ടം നോക്കി കിടക്കുക ഭയങ്കര കലിപ്പിൽ. അപ്പം എന്താടോ താൻ ചിരിക്കാത്തെ
സന്തോഷിക്കേണ്ട കാര്യമല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ഇയാൾ പറയുമ്പോൾ എനിക്കിനി എന്താ സന്തോഷിക്കാനുള്ളതെന്ന് വാസവൻ തിരിച്ച് ഇവരോട് ചോദിക്കുക. അപ്പോൾ സോറി, ഞങ്ങൾ അങ്ങനെ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ, വാസുവിൻ്റെ ഫീലിങ്സൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ പറയുമ്പം ശ്രീനിവാസൻ ജയിച്ചാൽ തന്നെ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എൻ്റെ ശ്രീകാന്തേ. എൻ്റെ പ്രശ്നം അവനാ, എൻ്റെ മകനെ കൊന്നവനാ. അവനെ വെറുതെ വിടാൻ പാടില്ല. ആ വിക്രം എന്ന് പറയുന്നവൻ എനിക്ക് കിട്ടണം. ശ്രീനിവാസൻ ഏതു മാളത്തിലാണ് അവനെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് കണ്ടെത്തണമെന്ന് പറയുമ്പം അതിനുകൂടി വേണ്ടിയിട്ടല്ലേടോ നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ നടത്തുന്നത് എന്ന് ശ്രീകാന്തിൻ്റെ അമ്മായച്ചൻ ചോദിക്കുന്നു. ഞങ്ങൾക്കും വിക്രത്തെ തന്നെയാണ് കിട്ടേണ്ടത്. ശ്രീനിവാസനെ ഒതുക്കിയത് അതിനുള്ള ഒരു വഴിയൊരുക്കാൻ വേണ്ടി മാത്രമാണെന്ന കാര്യവും ശ്രീകാന്ത് പറയുമ്പം അതെ, വാഴ നനയുമ്പോൾ ചീരയ്ക്കും കിട്ടിക്കോട്ടെ ഒരു തുള്ളി എന്നതുപോലെ ആ ശ്രമത്തിനിടയിൽ വാസുവിൻ്റെ ജയവും ഞങ്ങൾ ഉറപ്പിക്കുകയാണെന്നു മാത്രം. അത്രയും ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. അധികാരത്തിൽ വന്നാലും നമ്മൾ കാണേണ്ടവരാണല്ലോ എന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറയാട്ടോ. ഒരു കാര്യം എന്തായാലും ഉറപ്പായി ഞാൻ പറയാം, അവൻ പേടിച്ചോടി തുടങ്ങി. ഓടി ഓടി നമ്മുടെ മുന്നിൽ തന്നെ അവൻ വന്ന് വീഴും, അതിനൊരു സംശയവും വേണ്ട. താൻ ഇലക്ഷൻ ജയിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ ഇരട്ടി മധുരമായ ആ വാർത്ത ഞാൻ എത്തിക്കും, അവൻ്റെ മരണ വാർത്ത. താൻ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് ഇയാൾക്ക് വീണ്ടും പ്രതീക്ഷ കൊടുക്കുക. എങ്കിൽ ആ നിമിഷം മുതൽ നിങ്ങൾക്കെന്തും പ്രതീക്ഷിക്കാമെന്ന് വാസുവൻ ശ്രീകാന്തിനോട് പറയണം. വ്യക്തിപരമായി മാത്രമല്ല, MLA എന്നുള്ളൊരു നിലയിലും അധികാരത്തിൽ വരുന്ന ഞങ്ങളുടെ സർക്കാരാണെങ്കിൽ എന്തും പിന്നെ എന്താണെന്ന് നിങ്ങൾക്കറിയാവല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ഓ എന്തോ സന്തോഷം ശ്രീകാന്തിനും അച്ഛനും. അത് മതിയോ, ധാരാളം മതിയെന്ന് പറഞ്ഞു. ഡീലൊക്കെ ഉറപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക, എല്ലാ 3 എണ്ണങ്ങളും കയ്യും കൊടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വിക്രത്തെ ആട്ടോ. വിക്രം നല്ല ഉറക്കമാണ് റൂമിലെ. ഈ സമയത്ത് വർഷയും അതുപോലെ ദീപ്തിയും അതുപോലെ അമ്മയും ഒക്കെ ഇന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ ദീപ്തി ഇങ്ങനെ കൈയിട്ട് പ്ലാമ്പിച്ചുകൊണ്ടിരിക്കുക. നീ ഇങ്ങനെ കൈയിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുക, അത് ഉരുട്ടി കഴിക്കും ദീപ്തി എന്ന് അമ്മ പറയണു. ദീപ്തിക്ക് അന്നേരം ഭയങ്കര വിഷമം, ഭയങ്കര ഒരു ഇതൊക്കെ. എന്നിട്ട് ദീപ്തി അവിടുന്ന് കഴിക്കാതെ എഴുന്നേറ്റ് പോയി. ദീപ്തി കഴിക്കാതെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ അമ്മ മോളെ ദീപ്തി എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. പക്ഷെ ദീപ്തി നേരെ മുറിയിലേക്ക് കയറിപ്പോയി. മുറിയിലേക്ക് കയറിപ്പോയ സമയത്ത് നീ ഇതെന്നാ കാണിച്ചിട്ടാ ഇങ്ങനെ ഈ ചുമ്മാ ഭക്ഷണത്തിനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്, നിന്റെ ആരാ ചത്തേ എന്നുള്ള രീതിയിൽ വർഷ ദീപ്തിയോട് ചോദിച്ചപ്പോൾ പോയ ദീപ്തി അതിനേക്കാൾ സ്പീഡിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ വർഷയുടെ നേരത്തിന് ദീപ്തി പറയുകയാണ്, ശ്രീകാന്തേട്ടൻ ഇല്ലാണ്ടാവുമ്പോൾ അത് വർഷത്തേക്ക് മനസ്സിലായിക്കോളൂ എന്ന്. എന്താടി നീ പറഞ്ഞേ? ഇപ്പൊ തോന്നിയില്ലേ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അമ്മേ കേട്ടില്ലേ ഇവള് പറഞ്ഞത്? മിണ്ടാതിരിക്കുക, ഇനി അതും പറഞ്ഞു വഴക്ക് വേണ്ട എന്ന് അമ്മ അന്നേരം പറഞ്ഞു. വർഷയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത്രയും പറഞ്ഞിട്ട് ദീപ്തി അവിടെ നിന്ന് കയറിപ്പോയി. അമ്മയുടെ മകൻ മരിച്ചു പോകുന്നതിനെ പറ്റി കൂടിയാണ് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. പക്ഷേ അവളോടിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയാം അമ്മ വർഷയോട്. വേറെ ഇതിലും വലുത് കേൾക്കാമെന്നുള്ളതല്ല, അത് വേറെ എന്താ ഗുണമെന്ന് ചോദിച്ചു. അപ്പോൾ വേദ എങ്ങോട്ട് ഇറങ്ങി വന്നു. വേദേ ഇരിക്കും മോളെ എന്ന് പറഞ്ഞു. ഞാൻ മുകളിലിരുന്ന് കഴിച്ചോളാമെന്ന് വേദ പറയുമ്പം ഇത് വേറൊരു തരം. ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചാൽ എന്താ കുഴപ്പം? ഞങ്ങൾക്കെന്താ വല്ല അയിത്തം ഉണ്ടോ എന്ന് ചോദിച്ചു വേദയോട് ഈ വർഷ. അപ്പോൾ അയിത്തം, ആഭിചാരക്കുരു, ഈ ദുർഭിമാന ജാതി വെറി, ദുരഭിമാനക്കൊല ഇതൊക്കെ ആർക്കാണെന്ന് ഞാൻ പറയണോ എന്നൊക്കെ വേദ അന്നേരം ചോദിച്ചു. നീ എവിടെ വേണമെങ്കിലും ഇന്ന് കഴിച്ച മോളെ, അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു അമ്മ അന്നേരം. പല വീടുകളിലും മൂണുമേശയിലാണമ്മേ വലിയ വലിയ വഴക്കുകളും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനെന്ന് വേദ പറയുമ്പം എന്നാൽ ഇനി 3 നേരം അവിടെ ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു വർഷ. ആയിക്കോട്ടെ, ഇനി അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നതും. എന്നെ കാണുന്നത് കൊണ്ടുള്ള പ്രശ്നമാണോ എന്ന് വർഷ ചോദിക്കുമ്പം നിങ്ങളെ മാത്രമായിട്ടല്ലല്ലോ ഞാൻ കാണുന്നത്. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ എനിക്ക് ഓർമ്മ വരും, അപ്പോൾ നിങ്ങളുടെ അച്ഛനെയും എനിക്ക് ഓർമ്മ വരും. അതിലും നല്ലത് അത് ഒഴിവാക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ അച്ഛൻ നിന്നോട് എന്ത് ചെയ്തെന്നാ? സൗകര്യം കിട്ടുമ്പോഴേ അച്ഛനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പോയിരുന്ന് കഴിക്കു വേദ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വേദയോട് ദേഷ്യപ്പെട്ടു. സമയത്ത് വേദ ഫുഡ് എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും വർഷം അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. നീ എന്തിനാ ഇത്രയും ചോറൊക്കെ എടുക്കുന്നത്? എന്താ ഇനി അതിനും കണക്കുണ്ടോ എന്ന് വേദ അന്നേരം ചോദിക്കാം. ഓ അമ്മേ, കണക്കാണോ അവിടെ? എന്നാൽ ഇനി അതും വേണ്ടെന്ന് വെച്ചേക്കാമെന്ന് പറയുമ്പം നീ നിനക്ക് ആവശ്യമുള്ളത് എടുത്തോ വേദ, എന്നിട്ട് നീ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വേദ ഫുഡുമായിട്ട് പോകുമ്പോഴത്തേക്ക് അന്തം വിട്ട് നോക്കുവാണ് വർഷ. ഇത് ഇവളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വർഷ ചോദിക്കും. അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വർഷ. എനിക്ക് തോന്നുന്നത് ശരിക്കും ഡിപ്രഷൻ പോലുള്ളൊരു അവസ്ഥയിലാണെന്ന്. ആ സമയത്ത് ചിലപ്പോൾ വിശപ്പൊക്കെ കൂടുമെന്നാണെന്ന് അമ്മ അന്നേരം പറഞ്ഞു. വയറ്റിലെ പൊക്കപ്പുഴുവാ, അല്ലാതെ അവൾക്കൊരു ഡിപ്രഷനും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ അമ്മയോട് പറയണം. ചോറുമായിട്ട് വേദ റൂമിലേക്ക് ചെന്നു. വിക്രം നേരം മയങ്ങി കിടക്കുക. വിക്രത്തെ വിളിച്ച് എഴുന്നേപ്പിച്ചു. അപ്പോൾ ചോറുണ്ണാവെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രത്തിന് ആകെ ഒരു വിഷമം പോലെ. എന്താ വിക്രത്തിന് പറ്റിയ? പോയി കൈ കഴുകിയിട്ട് വരാൻ പറഞ്ഞു. നമുക്ക് കഴിക്കാമെന്ന് പറയുമ്പം ഞാനെന്തിനാ കഴുകുന്നത്? അല്ല ഞാനെങ്ങനെയാണ് കഴുകുന്നത്? അയ്യോ അത് ഓർത്തില്ല, സോറി.
സ്പൂൺ ഉണ്ടായിരുന്നെങ്കിൽ ഇടത് കൈ കൊണ്ട് കഴിക്കാമായിരുന്നല്ലേ, അത് ഞാൻ എടുത്തതുമില്ലല്ലോ. അത് സാരമല്ല, വഴിയുണ്ട്, ചെന്നിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ പറഞ്ഞു വിട്ടു. എന്നിട്ട് വേദ വന്ന് ഫുഡ് വിക്രത്തിന് വാരി കൊടുക്കാൻ തോന്നും. അപ്പം ഞാൻ വാരി തന്നാൽ കഴിക്കില്ലേന്ന് ചോദിച്ചു. എനിക്ക് വിരോധമൊന്നുമില്ല. എന്നാൽ പിന്നെ വിക്രം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ വേദ വാരി കൊടുക്കുന്നു, വിക്രം അത് കഴിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം. ടാറ്റാ.